കനത്ത മഴയെ തുടർന്ന് നാശം സംഭവിച്ച മുനയം ബണ്ട് താൽക്കാലികമായി പുനർനിർമ്മിക്കാൻ ധാരണയായി. ബണ്ടിന്റെ സ്ഥിതിഗതികൾ എംഎൽഎയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ വിലയിരുത്തി. സീലിംഗ് അടർന്നു വീണ് അപകടാവസ്ഥയിലായ തിരുവില്ലാമല കാട്ടുകുളം LP സ്കൂൾ പുനർനിർമ്മിക്കും. പുനർനിർമ്മാണത്തിനായി 1 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. ദേശീയപാത പെരിഞ്ഞനത്ത് കാർ സ്കൂട്ടറിലിടിച്ച് യുവാവ് മരിച്ചു. നേപ്പാൾ സ്വദേശി നവീൻ ഗൗതമാണ് മരിച്ചത്. ഒല്ലൂരിൽ പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയെ തുടർന്ന് നാശം സംഭവിച്ച മുനയം ബണ്ട് താൽക്കാലികമായി പുനർനിർമ്മിക്കാൻ ധാരണയായി. ചാഴൂർ, പാറളം, ചേർപ്പ് മേഖലയിലെ 10,000-ഓളം ഏക്കറിലെ നെൽകൃഷി നശിക്കുന്ന സാഹചര്യത്തെ തുടർന്ന് കൃഷിയെയും പാടശേഖരത്തെയും കുടിവെള്ള ലഭ്യതയെയും ബാധിക്കാത്ത രീതിയിൽ മുനയം ബണ്ട് താൽക്കാലികമായി നീക്കം ചെയ്യാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബണ്ടിന്റെ സ്ഥിതിഗതികൾ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, CC മുകുന്ദൻ MLA എന്നിവർ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്നിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിബു തുടങ്ങിയവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ചാലക്കുടി പുഴയിലെ കണക്കൻ കടവിൽ താൽക്കാലിക തടയണ പൊട്ടിച്ചു. സ്ഥിരം തടയണയിലെ 2 ഷട്ടറുകൾ തുറന്നു. മണൽ കൊണ്ടുള്ള തടയണയുടെ ഒരു ഭാഗം മാത്രമാണ് പൊട്ടിച്ചത്. കനത്ത മഴയിൽ കുഴൂർ പഞ്ചായത്തിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലായിരുന്നു. സീലിംഗ് അടർന്നു വീണ് അപകടാവസ്ഥയിലായ തിരുവില്ലാമലയിലെ കാട്ടുകുളം LP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. കെട്ടിടം അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തും തുക വകയിരുത്തി. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ശനിയാഴ്ചയാണ് കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണത്. ദേശീയപാത പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ച യുവാവ് മരിച്ചു. നേപ്പാൾ സ്വദേശി 28 വയസ്സുള്ള നവീൻ ഗൗതമാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ആളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഡോർ പൊളിച്ച് പുറത്തെടുത്തു. ഇരുവരെയും ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി സ്വദേശി കബീർ, സഹായി നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒല്ലൂർ സെന്ററിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്കാണ് നിയന്ത്രണം വിട്ട വാൻ ഇടിച്ചു കയറിയത്. സീനിയർ ഫയർ ഓഫീസർ KA ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചാലക്കുടി പരിയാരം കുറ്റിക്കാടിൽ അടിപിടിക്കിടെ യുവാവിന് കുത്തേറ്റു. മേക്കാട്ട് വീട്ടിൽ രാഹുലിനാണ് കുത്തേറ്റത്. ഇയാളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റിച്ചിറ സ്വദേശി കീഴ്പുള്ളി വീട്ടിൽ നിഷാദിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് വിശ്വത്തിന് അന്തിക്കാട് സ്വീകരണം നൽകി. അന്തിക്കാട് സെന്ററിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് സംസ്ഥാന സെക്രട്ടറിയെ സ്വീകരിച്ചത്. ചടയൻ രക്തസാക്ഷി മണ്ഡപത്തിൽ ബിനോയ് വിശ്വം പുഷ്പചക്രം അർപ്പിച്ചു. എല്ലാ വെല്ലുവിളികൾക്ക് മുൻപിലും ഉയർത്തിപ്പിടിക്കുന്ന ആയുധമാണ് ഇടതുപക്ഷമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. KP രാജേന്ദ്രൻ, CN ജയദേവൻ, VS സുനിൽകുമാർ, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, MLAമാരായ P ബാലചന്ദ്രൻ, CC മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു. ഐതിഹാസികമായ അന്തിക്കാട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതോടൊപ്പം കാർഷിക ജീവിതം ദുരിതത്തിലാക്കി മച്ചാട് മേഖലയിൽ വന്യജീവികൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നു. കാട്ടുപന്നികൾ നെൽകൃഷി വ്യാപകമായി നശിപ്പിക്കുന്നത് മൂലം കർഷകരാണ് ഏറെ ദുരിതത്തിലായത്. തെക്കൻകരയിലെ മലയോര കാർഷിക മേഖലയായ പഴയന്നൂപ്പാടം മേഖലയിലെ കുറ്റിക്കാട് മലാകം പാടശേഖരത്തിലാണ് കാട്ടുപന്നി ആക്രമണം അതിരൂക്ഷമായി തുടരുന്നത്. പ്രദേശത്തെ 10 ഏക്കറിലധികം വരുന്ന നെൽകൃഷിയാണ് വന്യജീവി ശല്യം മൂലം നശിക്കുന്നത്. കാട്ടുപന്നികളും മയിലുകളുമാണ് കൃഷി നശിപ്പിക്കാൻ എത്തുന്നതെന്ന് കർഷകനായ ബാബു പറയുന്നു. മുൻകാലങ്ങളിൽ പച്ചക്കറി കൃഷി വ്യാപകമായി ചെയ്തിരുന്നുവെങ്കിലും വന്യജീവി ശല്യത്താൽ ഇപ്പോൾ യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കർഷകർ പറഞ്ഞു. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായ നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നിലത്തിലെ പന്നി ഇറങ്ങി നശിപ്പിച്ചിട്ടിരിക്കണം ആകെ. പിന്നെ മയില്, തത്ത, ഇതെല്ലാ ഐറ്റംസും വന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയത് ഒരു 10 ഏക്കർ ഭൂമി ഞങ്ങളിവിടെ പണിയെടുക്കുന്നുണ്ട്. അതിൽ ഈ കാണുന്നതാണ് ഈ സ്ഥലത്താണ് അധികവും പന്നിയും ഇതൊക്കെ വന്നിറങ്ങി ധരിക്കുന്നത്. അതുപോലെ കുറ്റിക്കാട് ഭാഗത്തും ഇറങ്ങുന്നുണ്ട്. കൃഷിക്കാരൻ്റെ സഹായത്തിൽ ചെന്ന് കൃഷി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കൈ മലത്തല്ലാണ്ട് അവർ യാതൊരു കാര്യത്തിനും ഇതിന് താല്പര്യപ്പെടില്ല.
അതിപ്പോൾ ഇന്നല്ല, ഞാൻ കാലങ്ങളായിട്ട് നിൽക്കുന്ന കൃഷി ഭവനിൽ പ്രസിഡൻ്റായിട്ടും നിന്ന് ഇത് വർക്ക് ചെയ്യുന്ന ആളാണ്. 2-3 സമിതിയുണ്ട് അതിലൊക്കെ. എന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ പറയും നോക്കാം. ജനുവരി 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തിയേക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സുരക്ഷ വിലയിരുത്തി പോലീസ് റിപ്പോർട്ട് നൽകും. ജനുവരി 20-ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് വിവാഹ സൽക്കാരം. കൊടുങ്ങല്ലൂരിലെ എറിയാട് സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി വ്യാജം. പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് പരാതി കളവാണെന്ന് തെളിഞ്ഞത്. തീരമേഖലയെ ഭീതിയിലാഴ്ത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് ആന്റി ക്ലൈമാക്സ് സമ്മാനിച്ചത് പോലീസിന്റെ അന്വേഷണ മികവാണ്. പുതുവത്സര ദിനത്തിൽ കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ 3-അംഗ സംഘം 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബലമായി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയെന്നും നമ്പർ പ്ലേറ്റ് മാറ്റുന്നതിനായി പ്രതികളിൽ ഒരാൾ കാറിൽ നിന്നും ഇറങ്ങിയ സമയം വിദ്യാർത്ഥി കാറിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നുമായിരുന്നു പരാതി. സംഭവം അറിഞ്ഞ ഉടനെ പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാലയത്തിലെയും വിവിധ സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വിദ്യാർത്ഥിയുടെ മൊഴിപ്രകാരമുള്ള കർണാടക രജിസ്ട്രേഷൻ വാഹനം കണ്ടെത്താനായില്ല. വിദ്യാർത്ഥിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെങ്കിലും കുട്ടി പറഞ്ഞ സമയവും സ്ഥലവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംഭവം നടന്നതായി പറഞ്ഞ സമയത്ത് മറ്റൊരു റോഡിലൂടെ കുട്ടി നടന്നുപോകുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. തുടർന്ന് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി സത്യം വെളിപ്പെടുത്തിയത്. തന്റെ വീട്ടുകാരുമായി വിരോധമുള്ള വ്യക്തിയെ കുടുക്കുവാനാണ് തട്ടിക്കൊണ്ടുപോകൽ കഥ മെനഞ്ഞതെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞു. ഒഴിഞ്ഞ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച തന്റെ ബാഗ് കുട്ടി തന്നെ പോലീസിന് കാണിച്ചു നൽകി. പരാതിയുടെ യാഥാർത്ഥ്യം അറിയും മുൻപേ സമൂഹമാധ്യമങ്ങൾ വഴി കുപ്രചരണങ്ങൾ നടത്തിയ ചിലർ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ഇത്തരക്കാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം. സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ കശ്യപൻ, CT രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PG ഗോപകുമാർ, NM ഗിരീഷ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. TCV കൊടുങ്ങല്ലൂർ. ചാലക്കുടി നഗരസഭ സുവർണ ജൂബിലി സ്മാരകത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന 2ാം ഘട്ട വീടുകളുടെ ശിലാസ്ഥാപനം ചൊവ്വാഴ്ച രാവിലെ നടക്കുമെന്ന് ചെയർമാൻ AB ജോർജ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച 5 വീടുകളുടെ രേഖകളും ചടങ്ങിൽ കൈമാറും. ചെയർമാൻ AB ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയുടെ സുവർണഗൃഹം പദ്ധതിയുടെ നടത്തിപ്പിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് CS സുരേഷ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൗൺസിലോ പ്രതിപക്ഷമോ അറിയാതെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇഷ്ടക്കാർക്ക് മാത്രമായി വീടുകളും നൽകുന്നു. ഇതിൽ പ്രതിഷേധമുണ്ടെങ്കിലും പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കുന്ന ചടങ്ങായതിനാൽ തങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. VJ ജോജി, TD എലിസബത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ അതിർത്തി പ്രദേശമായ ചക്കംകണ്ടം കായലോരത്ത് വ്യാപകമായ കയ്യേറ്റവും കണ്ടൽക്കാട് നശീകരണവും നടക്കുന്നതായി പരാതി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് കൗൺസിലിൽ പരാതി ഉന്നയിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വാർഡ് കൗൺസിലർ AM ഷഫീർ ഇക്കാര്യം ശരിവെച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് ഉറപ്പു നൽകി. കൗൺസിലർമാർക്ക് പെൻഷൻ അനുവദിക്കണമെന്ന് മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ആവശ്യപ്പെട്ടു. ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണെന്ന് ചെയർമാൻ പറഞ്ഞു. സർക്കാർ ഇക്കാര്യം നിരാകരിച്ചെങ്കിലും നിരന്തരം ഇതിനുവേണ്ടി പരിശ്രമിച്ചു വരികയാണെന്നും ചെയർമാൻ പറഞ്ഞു. നഗരസഭയുടെ വികസന സെമിനാർ ഈ മാസം 24-ന് നടത്താനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. മണപ്പുറം ഫിനാൻസിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പേരിൽ വലപ്പാട് പ്രദേശത്ത് കയ്യേറ്റം നടക്കുന്നതായി ആരോപിച്ച് ബഹുജന പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മണപ്പുറം കയ്യേറ്റ വിരുദ്ധ പ്രതികരണ വേദി ചൊവ്വാഴ്ച വൈകിട്ട് വലപ്പാട് മീൻചന്തയ്ക്ക് സമീപം പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിക്കും. പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് TA പ്രേംദാസിന്റെ നേതൃത്വത്തിൽ വലപ്പാട് കുരിശപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വീടിന് മുന്നിലുള്ള മതിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറി പൊളിച്ചു മാറ്റിയതാണ് മണപ്പുറം കയ്യേറ്റ വിരുദ്ധ പ്രതികരണ വേദിയുടെ രൂപീകരണത്തിനിടയാക്കിയത്. മതിൽ പൊളിച്ചതിന് ശേഷം ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള മതിലും സ്ഥാപിച്ചു. സമീപത്തുള്ള മണപ്പുറം ഫൗണ്ടേഷന്റെ ഗീതാരവി പബ്ലിക് സ്കൂളിന് വഴി സൗകര്യം കൂട്ടുന്നതിന് നിയമവിരുദ്ധമായി ഈ അതിക്രമം നടത്തിയതെന്നാണ് മണപ്പുറം കയ്യേറ്റ വിരുദ്ധ പ്രതികരണ വേദിയുടെ ആരോപണം. കയ്യേറ്റം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് TL സന്തോഷ്, വലപ്പാട് മുൻ പഞ്ചായത്ത് അംഗം PK ഷൗക്കത്ത് അലി, C വാസുദേവൻ, KS ബിനോജ്, ND വേണു തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. കാട്ടക്കമ്പൽ ശ്രായിക്കടവ് മേഖലയിൽ അടക്കമോഷണം വ്യാപകമാകുന്നു. ശ്രായിക്കടവ് റോഡിൽ പകിടപ്പറമ്പിൽ വിജയന്റെ വീട്ടിൽ നിന്നാണ് 3 ചാക്ക് അടക്ക മോഷണം പോയത്. കഴിഞ്ഞ മാസം ഉണക്കി ചാക്കിൽ കെട്ടി കാർ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന 8 ചാക്ക് അടക്ക മോഷണം പോയിരുന്നു. 2 തവണയായി ഏകദേശം 1.5 ലക്ഷം രൂപയോളം വരുന്ന അടക്കയാണ് നഷ്ടമായത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകി.
കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമ ഭേദഗതി ഫിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KK മുബാറക് അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി TS ദാസൻ, ട്രഷറർ VP അബു എന്നിവർ സംസാരിച്ചു. അവരോട് കൂടിയാലോചിക്കാതെയാണ് ഇത്തരത്തിലേക്കുള്ള എല്ലാ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇതേ അവരോട് കൂടിയാലോചിക്കാതെയാണ്. പ്രസിദ്ധമായ വരാക്കര പൂരത്തിന് കൊടിയേറി. തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രയോഗം പ്രസിഡന്റ് KV സുരേഷ്, സെക്രട്ടറി CS സുനേഷ്, KM ദാസൻ എന്നിവർ പങ്കെടുത്തു. ഈ മാസം 14-നാണ് പൂരം. 20 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ശ്രീജിത്ത് മൂത്തേടത്ത് രചിച്ച മണ്ണിലെ നക്ഷത്രങ്ങൾ എന്ന ബാലസാഹിത്യ നോവൽ പ്രകാശനം ചെയ്തു. പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവ വേദിയിൽ പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദു ഗോപൻ എഴുത്തുകാരൻ രാംമോഹൻ പാലിയത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. മകളുടെ വീട്ടിലെത്തിയ അച്ഛനെ മരുമകൻ കമ്പിവെടികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. തലയിൽ ആഴത്തിൽ മുറിവേറ്റ വൈറ്റ്ല സ്വദേശി പാറപ്പറമ്പിൽ ഗാന്ധിയെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മകൾ ജയയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ മാള പോലീസ് കേസെടുത്തു. മദ്യലഹരിയിലെത്തിയ ഉണ്ണികൃഷ്ണൻ മകളെ ഉപദ്രവിച്ചപ്പോൾ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സമീപത്ത് കിടന്നിരുന്ന കമ്പിവെടിയെടുത്ത് തലയ്ക്കടിച്ചതെന്ന് ഗാന്ധി പറഞ്ഞു. ഭർത്താവ് കഴുത്തിന് ബലമായി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നാരോപിച്ച് ജയ മാള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കും വയോജനങ്ങൾക്കും തണലൊരുക്കാൻ സഹായ അഭ്യർത്ഥനയുമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ആനന്ദിന്റെ നടത്തം ശ്രദ്ധ നേടുന്നു. കന്യാകുമാരിയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം കഴിഞ്ഞ് ചെന്നൈ വിജയ് TVയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് യാത്രകളുമായി നടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം സനാതാലയം എന്ന ക്യാൻസർ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണെന്ന് ആനന്ദ് അറിയുന്നത്. കുട്ടികളും വയോജനങ്ങളുമുള്ള ക്യാമ്പ് ലീസിനെടുത്ത ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂമി വിൽക്കാൻ സ്ഥലം ഉടമകൾ ഒരുക്കം തുടങ്ങിയതോടെ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ വയനാട് സ്വദേശിയായ ക്യാമ്പ് നടത്തിപ്പുകാരന് സാധിച്ചില്ല. ക്യാമ്പ് മാറ്റിയൊരുക്കുന്നതിന് സുമനസുകളുടെ സഹായം ലഭിക്കുന്നതിനായാണ് ഓൾ കേരള യാത്രയ്ക്കായി ആനന്ദ് ഇറങ്ങിയത്. ഈ വാക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് മെസ്സേജാണ് എല്ലാവർക്കും ഉള്ളത്. എന്ത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തിൽ സനാതാലയം എന്ന് പറഞ്ഞൊരു ക്യാൻസർ കെയർ സെൻ്റർ ഉണ്ട്. ക്യാൻസർ കെയർ കിഡ്സിനുള്ളതുമാണ്. അതില്ലാതെ നമ്മൾ വയസ്സായ ആളുകൾ നോക്കണ ഒരു സ്ഥലമാണ്. അപ്പോൾ അവരിരിക്കുന്ന ഇടം ലീസിനിരിക്കണം. ആ ഇടത്തിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള ആളാണ്. അപ്പോൾ അവർ ആ സ്ഥലത്തെല്ലാം സെയിൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവർക്ക് ഇരിക്കാൻ ഒരു ഇടം ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്പയറായി വരാൻ തോന്നിയത്. ഡിസംബർ മാസം 16-ന് ആനന്ദ് തന്റെ യാത്ര ആരംഭിച്ചു. യാത്രയുടെ ലക്ഷ്യമറിഞ്ഞ ചിലർ സഹായഹസ്തവുമായി എത്തിയത് പ്രതീക്ഷ നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകൾ കടന്ന് യാത്ര മലപ്പുറം ജില്ലയിലെത്തി. വയനാട്, ഇടുക്കി, മൂന്നാർ വഴി തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. TCV കുന്നംകുളം. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്ര യജ്ഞത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാറിന് തുടക്കമായി. കൈലാസം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച സെമിനാർ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ JK പ്രകാശൻ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ രേണുക ശങ്കർ, മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം R ജയകുമാർ, ട്രസ്റ്റി ബോർഡ് അംഗം KK ഗോവിന്ദദാസ്, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു, ജീവനക്കാരുടെ പ്രതിനിധി V രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആർട്ട് ആൻഡ് ഐഡിയ പ്രഭാഷണ പരമ്പരയ്ക്ക് കലാമണ്ഡലം നിള ക്യാമ്പസിൽ തുടക്കം കുറിച്ചു. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MB നാരായണൻ പ്രഭാഷണം നടത്തി. മുകുന്ദപുരം താലൂക്ക് NSS കരയോഗം യൂണിയന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ മേഖലാതല തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. മേഖലാ കൺവീനർ K ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ കരയോഗം സെക്രട്ടറി കലാസാഗർ അധ്യക്ഷനായിരുന്നു. വനിതാ വിഭാഗം മേഖലാ കൺവീനർ രാജി അനീഷ്, വട്ടനാത്ര മേഖലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ക്ഷേത്ര അഗ്രശാലയിലായിരുന്നു തിരുവാതിരക്കളി മത്സരം നടന്നത്.
ചേർപ്പ് വെസ്റ്റ് GJB സ്കൂളിൽ സർവശിക്ഷാ കേരളം സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ മാതൃകാ ക്ലാസ് മുറികളുടെയും പാർക്കിന്റെയും ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. സ്റ്റാർസ് പദ്ധതിയുടെ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പ്രീ പ്രൈമറി കുട്ടികൾക്ക് കളിച്ചും രസിച്ചും ചിരിച്ചും പരീക്ഷണം നടത്തി പഠിക്കാൻ അവസരം ഒരുക്കുകയാണ് സമഗ്ര ശിക്ഷാ കേരളം വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായിരുന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ചേർപ്പ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ, സ്കൂൾ പ്രധാനാധ്യാപിക ലതിക തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ചെറിയ പരിപാടിയാണ് ഈ കാർഡ്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി രക്തസാക്ഷി മണ്ഡപത്തിൽ ഉദ്ഘാടനം നടത്താൻ പറയും. അതുകൊണ്ടാണ് അല്പം സമയം നിങ്ങളിലേക്ക് വരാനും ബന്ധപ്പെടാനും വൈകി പോയിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2 വാക്ക് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ സർക്കാരിൻ്റെ വലിയ പദ്ധതിയിൽ ഒന്നാണ് ഗ്രാമീണ മേഖലയിലുള്ള സർക്കാർ സ്കൂളുകളെ വികസന പാതയിലേക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ വാർഡിലെ അർഹരായ 8 കുടുംബങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടറും സ്റ്റൌവും വിതരണം ചെയ്തു. BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ KR അനീഷ് നിർവഹിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് വിഗീഷ് അപ്പു അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, വാർഡ് മെമ്പർ നിമിഷ വിഗീഷ്, ജില്ലാ കമ്മിറ്റി അംഗം CS പ്രതാപൻ, ബൂത്ത് പ്രസിഡന്റ് AK പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് ചടങ്ങിനിടെ അധ്യാപിക കുഴഞ്ഞു വീണ് മരിച്ചു. കൊരട്ടി LFCGHS സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപികയും അങ്കമാലി വാപ്പാലശ്ശേരി പയ്യപ്പള്ളി ഫിനോബിന്റെ ഭാര്യയുമായ 41 വയസ്സുള്ള രമ്യ ജോസാണ് മരിച്ചത്. +2 വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് സമ്മേളനത്തിനിടെ സംസാരിക്കാൻ എഴുന്നേറ്റ അധ്യാപിക കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത അകലാട് 5-ാം കല്ലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് പറമ്പിൽ ബസാർ ആദിൽ, അനന്തു, മുണ്ടൂർ സ്വദേശി പ്രിൻസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ഭാഗത്തു നിന്നും പൊന്നാനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച ബൈക്ക് പുതിയ പാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ റോഡിൽ നിന്നും പുതിയ റോഡിലേക്ക് ദിശ മാറി കയറുകയും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു. പെങ്ങാമുക്ക് മൂലേപ്പാട് ബെസിലിയൂസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഫാദർ വർഗീസ് ലാൽ ഇടവക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ബാബു ചെറുവത്തൂർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ നവ എപ്പിസ്കോപ്പമാരായി അഭിഷിക്തരായ ഫാദർ ജോൺ ഉറുമ്പിൽ, ഫാദർ ജോസഫ് തോലത്ത് എന്നിവർക്ക് സ്വീകരണം നൽകി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വടക്കേ പടിപ്പുര മാളിക നവീകരിക്കുന്നു. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനാലാണ് പഴമ ഒട്ടും നഷ്ടപ്പെടാതെ മാളിക നവീകരിക്കാൻ തീരുമാനിച്ചത്. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കൈസ്ഥാനി സന്തോഷ് എന്നിവർ ചേർന്ന് പടിപ്പുര മാളികയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വെലുപ്പാടം സെന്റ് ജോസഫ് സ്കൂളിന്റെ റൂബി ജൂബിലി സമാപനത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചെറയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന യോഗം പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രേം ഷമീർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ജെസി പി ലാസർ, പ്രധാനാധ്യാപകൻ VD ജോഷി, PTA പ്രസിഡന്റ് ഷീജോ ഞെരിഞ്ഞാംപിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം ചൊവ്വാഴ്ച അമ്പല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. രാവിലെ 10-ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഷാഹുൽ പണിക്കവീട്ടിൽ, ബിജു അമ്പഴക്കാടൻ, ഡെയ്സൺ മഞ്ഞളി, ജയൻ തെക്കുംപുറം, രവി കരിയാട്ടുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. മേലടൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 5:30-ന് വികാരി ഫാദർ ജോസ് പാലാട്ടി കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് പാലാട്ടി, ചാക്കോ വടക്കുംചേരി, ജോയ് ചക്കാലക്കൽ, ഷാജു പോൾ തളിയത്ത്, പോൾ ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ ശനിയാഴ്ച തൊഴിൽ മേള സംഘടിപ്പിക്കും. തൊഴിൽ മേളയിലേക്കുള്ള രജിസ്ട്രേഷനും സേവനങ്ങളും സൗജന്യമാണ്. വിവിധ സ്ഥാപനങ്ങളിലായി 1000-ഓളം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതെന്ന് ഇ ജെ ജോളി, സി വി ജോബി, സി ആർ പോൾ എന്നിവർ അറിയിച്ചു. വെങ്ങാനല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിന് സമാപനമായി. ഉടുക്ക്, മേളം, താലം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ദേശവിളക്ക് ആഘോഷിച്ചത്. മരത്താക്കര പൂച്ചട്ടി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. റോഡിന്റെ വീതി കുറവുള്ള ഭാഗത്തെ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ഭൂ ഉടമകളുമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്താനും യോഗത്തിൽ PWD റവന്യൂ ഉദ്യോഗസ്ഥർ പങ്കെടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, PWD ജൽജീവൻ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം പാപ്പനംകോട് തൊലവിളയ്ക്ക് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ച് പഴഞ്ഞി കൊട്ടോൽ സ്വദേശിയായ കളരി ഗുരുക്കൾ മരിച്ചു. കൊട്ടോൽ കുട്ടംകുളങ്ങര ഹൌസിൽ ചന്ദ്രന്റെ മകൻ 42 വയസ്സുള്ള വിനീഷാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 3 തവണ വ്യക്തിഗത ചാമ്പ്യനായിട്ടുണ്ട്. നിരവധി പേർക്ക്, വിദേശികളടക്കം നിരവധി പേർക്ക് കളരിപ്പയറ്റ് അഭ്യസിപ്പിച്ചിട്ടുണ്ട്. 2010 ഡൽഹിയിൽ നടത്തിയ കോമൺവെൽത്ത് ഗെയിംസിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്താൻ കേരളത്തിൽ നിന്ന് പോയ 100 അഭ്യാസികളെ നയിച്ചത് വിനീഷായിരുന്നു. 2022 ഹരിയാനയിലെ ഖേലോ യൂത്ത് ഇന്ത്യ ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറമണിയിൽ കളരിപ്പയറ്റ് പ്രദർശനം കാഴ്ചവെച്ച കേരള സംഘത്തിന് നേതൃത്വം നൽകിയതും വിനീഷായിരുന്നു. കുട്ടനാട് വാഹനാപകടത്തിൽ മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു. കുന്നംകുളം CCTV റിപ്പോർട്ടർ ശിവപ്രസാദിനാണ് പരിക്കേറ്റത്. ശിവപ്രസാദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ചാണ് അപകടം. പരിക്കേറ്റ ശിവപ്രസാദിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ നാശം സംഭവിച്ച മുനയം ബണ്ട് താൽക്കാലികമായി പുനർനിർമ്മിക്കാൻ ധാരണയായി. ബണ്ടിന്റെ സ്ഥിതിഗതികൾ MLAയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ വിലയിരുത്തി. സീലിംഗ് അടർന്നു വീണ് അപകടാവസ്ഥയിലായ തിരുവില്ലാമല കാട്ടുകുളം LP സ്കൂൾ പുനർനിർമ്മിക്കും. പുനർനിർമ്മാണത്തിനായി 1 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. ദേശീയപാത പെരിഞ്ഞനത്ത് കാർ സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. നേപ്പാൾ സ്വദേശി നബീൻ ഗൗതമാണ് മരിച്ചത്. ഒല്ലൂരിൽ പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.